കളങ്കം നിങ്ങൾക്ക് ചേർക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം അത് കൃത്രിമമായ ഇഷ്ടമാണ് എന്ന് പറയാൻ കഴിയില്ല. ഇഷ്ടത്തിന്റെ ഒരു ഭാവം മാത്രമേ ഉള്ളൂ, അത് സ്നേഹത്തിന്റെ ഭാഷയാണ്. റബ്ബിന്റെ ഒരു രൂപം മാത്രമേ ഉള്ളൂ, ആ രൂപം കണ്ണീരിന്റെ രൂപമാണ്. ഇഷ്ടത്തിന്റെ ഒരു സ്വരം മാത്രമേ ഉള്ളൂ, ആ സ്വരം ഹൃദയത്തിന്റെ താളമാണ്. നിങ്ങൾക്കൊരിക്കലും കള്ളമായ സ്നേഹം എന്ന് പറയാൻ കഴിയില്ല. സ്നേഹത്തിനെ കുറിച്ച് സ്നേഹമെന്ന് പറയണമെങ്കിൽ അത് യാഥാർത്ഥ്യമുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെയും വൈലുൽ ലിൽ മുഹിബ്ബീൻ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകരെ ഇഷ്ടപ്പെടുക എന്നത്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകരെ ഇഷ്ടപ്പെടാൻ കഴിയുന്നുവെങ്കിൽ ലോകത്ത് അല്ലാഹു നിർവഹിക്കുന്ന ഒരു അമൽ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ആരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ പ്രവാചകരെ ഇഷ്ടപ്പെട്ടത്? അല്ലാഹുവിന്റെ പ്രവാചകർ ഈ ഭൂമി ലോകത്ത് ഏറ്റവും പുരുഷം വെച്ചവർ ആരാണ്? അല്ലാഹുവിന്റെ ഹബീബിനോട് ഏറ്റവും ഇഷ്ടം കാണിച്ചവർ ആരാണ്? ലോകത്തൊരു മനുഷ്യനും അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടം വെച്ചിട്ടില്ല. ആരാണ്? അല്ലാഹുവിന്റെ തിരുദൂതർ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അവനാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹുവാണ് ഹബീബിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ചത്. അല്ലാഹുവാണ് ഹബീബിനോട് ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് കാണിച്ചത്. അല്ലാഹുവാണ് ഹബീബിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞത്. ഹബീബിനെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനേക്കാൾ മനോഹരമായി ഒരു കവിയും പാടിയിട്ടില്ല, ഒരു എഴുത്തുകാരനും എഴുതിയിട്ടില്ല, ഒരു പ്രഭാഷകനും പ്രസംഗിച്ചിട്ടില്ല. ലോകത്ത് 1,24,000-ലധികം പ്രവാചകന്മാർ അല്ലാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആദം നബിയെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകന്മാരായ ഇബ്രാഹിം നബിയെ പറ്റിയും മൂസ നബിയെ പറ്റിയും ഈസ നബിയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അലൈഹി മുസ്സലാം. പക്ഷേ അവരെ കുറിച്ചൊന്നും പറഞ്ഞതുപോലെയല്ല അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞത്. അവരെ കുറിച്ച് പറഞ്ഞതുപോലെയല്ല അല്ലാഹുവിന്റെ മറ്റു പ്രവാചകന്മാരെ കുറിച്ച്, അല്ലാഹുവിന്റെ തിരുദൂതർക്ക് പറ്റി പറഞ്ഞതുപോലെയല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. നിങ്ങളുടെ പ്രവാചകരുടെ മേൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, മലക്കുകൾ അവരുടെ മേൽ സ്വലാത്തുകൾ മൊഴിയുന്നുണ്ട്. അതുകൊണ്ട് സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങളും ആ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്നാണ്. നിങ്ങൾ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയാൻ അല്ലാഹു നമ്മളോട് ഉപയോഗിച്ച രീതിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, മലക്കുകൾ സ്വലാത്ത് മൊഴിയുന്നുണ്ട്. അതിനേക്കാൾ മനോഹരമായിട്ടൊരു വാക്ക് ഹബീബിനെ കുറിച്ച് പറയാൻ ബാക്കിയില്ല. മറ്റൊരു പ്രവാചകന്മാരെ കുറിച്ചും ഇതുപോലെ പറഞ്ഞിട്ടില്ല. നിസ്കരിക്കണമെന്ന് നമ്മളോട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നിസ്കരിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ അവന് വേണ്ടി നിസ്കാരത്തിലും ഇബാദത്തിലുമാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നോമ്പെടുക്കണേ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് പറയുമ്പോൾ മാത്രമാണ് ഈ ഉമ്മത്തിനോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു അവന്റെ മാലാഖമാരും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഹബീബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇമാമുനാ ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ സാരം എന്താണ്? നമ്മൾ ചൊല്ലുന്നത് പോലെയുള്ള സ്വലാത്തിന്റെ വചനങ്ങൾ അല്ലാഹു ഉച്ചരിക്കുന്നുണ്ടെന്നല്ല. ഇമാമുനാ ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത്, അല്ലാഹുവിന്റെ മാലാഖമാരെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ ലോകത്ത് അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹു അവന്റെ ഹബീബിന്റെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മുത്തു റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ലോകത്തുള്ള മനുഷ്യന്മാര് വിശ്വാസികൾ ഒരുമിച്ച് കൂടി ഹബീബിന്റെ മദ്ഹ് പറയുന്നത്? ഹബീബിന്റെ മദ്ഹിനെ ഇതുപോലെ ഒരുമിച്ച് കൂടി പറയാൻ നമ്മളെ പഠിപ്പിച്ചത് അല്ലാഹു തന്നെയാണ്. അല്ലാഹുവാണ് അവന്റെ മാലാഖമാരെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തൊരാൾക്കും ഇതുപോലെയുള്ള ഒരു പ്രത്യേകത കൊടുത്തിട്ടില്ല.
അല്ലാഹുവാണ് ഹബീബിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ചവര്. അതുകൊണ്ടല്ലേ മഹാനരായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ സ്വഹാബിമാരെ കണ്ടപ്പോൾ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടോ? അവര് പറഞ്ഞു, അതെ, ഞങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്, ഈ കണ്ണുകളെ കൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ആശിഖുർ റസൂലായ ഉവൈസുൽ ഖറനി പറഞ്ഞത്, ഇല്ല, നിങ്ങൾ കണ്ടത് റഅയ്ത മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്, ആമിന ബീവിയുടെയും അബ്ദുള്ള എന്നവരുടെയും മകനായ മുഹമ്മദിനെയാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് മുഹമ്മദിനെ കാണാനുള്ള കരുത്തേയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിൽ പടച്ചറപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങളെ അറിയാൻ എന്തൊക്കെ നൂറുകളാണോ അല്ലാഹുവിന്റെ ഹബീബിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. മുഹമ്മദീയത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്, ആരാണ് മുഹമ്മദ് നബി എന്നറിയാൻ മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകില്ല, നമ്മുടെ ഹൃദയം കൊണ്ട് ഓർത്തെടുത്താൽ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ തിരുദൂതരെ തിരിച്ചറിഞ്ഞവര് അല്ലാഹു മാത്രമാണ്, അല്ലാഹു മാത്രമാണ്. അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരകിലവും പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. 1,24,000 വരം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് ദീനിന്റെ ദഅവത്തിന് വേണ്ടി വന്നിട്ടുണ്ടല്ലോ. ആ 1,01,000 പ്രവാചകന്മാരും അല്ലാഹുവിനോട് ഒരു കരാർ ചെയ്തിട്ടാണ് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാം പടച്ചറപ്പിനോട് കരാർ നടത്തിയിട്ടുണ്ട്. എന്താണ് കരാർ എന്നറിയുമോ? ഓരോ പ്രവാചകന്മാരും ലോകത്ത് വരുമ്പോൾ അവർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അവസാനമായി അഹ്മദ് എന്ന പ്രവാചകൻ വരാനുണ്ട്. തൗറാത്ത് മറിച്ചു നോക്കിയാൽ കാണാം, അഹ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ വരുന്നുണ്ടെന്ന വാർത്ത അറിയിച്ചിട്ടാണ് തൗറാത്ത് വന്നിട്ടുള്ളത്. ഇഞ്ചീൽ ഇറങ്ങിയതും ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അവസാന നാളിൽ അല്ലാഹുവിന്റെ അവസാന ദൂതനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഭൂമുഖത്തേക്ക് നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. അവര് അഹ്മദാണ്, അവര് മുഹമ്മദാണ്, ലോകത്ത് ഏറ്റവും പ്രശംസിക്കപ്പെട്ടവരാണ്, അല്ലാഹുവിന്റെ മാലാഖമാർ സ്തുതിച്ച് വാഴ്ത്തിയവരാണ്, അർശിന്റെ കവാടങ്ങളിൽ എഴുതപ്പെട്ട നാമത്തിന്റെ ഉടമസ്ഥരാണ്. അവരാണ് ഭൂമിയിലേക്ക് അവസാനമായി വരാനുള്ളത് എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ലോകത്ത് ഓരോ പ്രവാചകന്മാരും പിരിഞ്ഞു പോയിട്ടുള്ളത്. അവരോട് അല്ലാഹുവിന്റെ ഖുർആൻ നടത്തിയ ഒരു കരാറുണ്ട്. എന്താണ് കരാർ എന്നറിയുമോ? അവസാന കാലഘട്ടം വരുമ്പോ അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി വന്നാൽ പിന്നെ ലോകത്തുള്ള സകല പ്രവാചകന്മാരും അംഗീകരിക്കേണ്ടത് മുഹമ്മദ് നബിയുടെ കൽപ്പനകളെയാണ്, മുഹമ്മദ് നബിയുടെ നിർദ്ദേശങ്ങളെയാണ്. ഈസാ നബി ഇനി അവസാന നാളിൽ ഭൂമിയിലേക്ക് വരും. ഈസാ നബിയുടെ ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥം ഉപയോഗപ്പെടുത്തിയിട്ടല്ല ഭരിക്കുക. ഇഞ്ചീലിന്റെ നിയമങ്ങൾ അവസാനിച്ചു പോയി, ഇഞ്ചീലിന്റെ നിയമങ്ങൾ ഇവിടെ അസ്തമിച്ചു പോയിട്ടുണ്ട്. ചന്ദ്രനെ മറക്കാൻ ഇവിടെ പ്രവാചകനാകുന്ന സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തു ഇഞ്ചീലായി ഇവിടെ ബാക്കിയുള്ളത്? അവസാന കാലത്ത് ഈസാ നബി അലൈഹിസ്സലാം എന്നാൽ അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്, ആളുകൾക്ക് ഉപദേശം കൊടുക്കുന്നത് അല്ലാഹുവിന്റെ തിരുദൂതരുടെ ശരീഅത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അത് ഖുർആൻ നടത്തിയ പ്രഖ്യാപനമാണ്, ഖുർആൻ നടത്തിയ വാഗ്ദാനമാണ്, ഖുർആനിന്റെ കരാറാണ്. എല്ലാ അമ്പിയാക്കളോടും പറഞ്ഞത് നിങ്ങൾ മുഹമ്മദ് നബിയെ സഹായിക്കണമെന്നാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ തിരുദൂതർ ഇസ്രാഈലിന്റെ യാത്ര പോകുമ്പോ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയപ്പോ എല്ലാ പ്രവാചകന്മാരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്കൊക്കെയും ഇമാമായി നിന്നത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതൊരു സന്ദേശമാണ്. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും മുഴുവൻ പ്രവാചകന്മാരുടെയും നേതാവ് ഹബീബായ നബി തങ്ങളാണെന്ന സന്ദേശമാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഞാനാണ് ലോകത്തെ ആദ്യത്തെ നബി, ഞാനാണ്, പക്ഷേ അവസാനമായി നിയോഗിക്കപ്പെട്ടത് എന്നെയാണെന്ന് മാത്രം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓട്ട മത്സരം നടക്കുമ്പോ, സ്പോർട്സ് നടക്കുന്ന സമയത്ത് റിലേ മത്സരങ്ങൾ നടക്കാറുണ്ട്. ആ റിലേ മത്സരത്തിൽ അവസാനമായി ഓടുന്നയാളാണ് ആ കൂട്ടത്തിലെ ഏറ്റവും വേഗതയുള്ളയാള്.
അവസാനമായി റിലയുടെ ബാറ്റൺ ആരാണോ കൈവശപ്പെടുത്തിയത് അവരായിരിക്കും ആ കൂട്ടത്തിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരന്. അല്ലേ? അവസാനം വാങ്ങുന്ന ആളാണ് ഏറ്റവും നല്ല ഓട്ടക്കാരൻ. പക്ഷെ അയാൾ അവസാനം വരുള്ളൂ. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും ഭൂമിയിലേക്ക് വന്നത് തൗഹീദ് പഠിപ്പിക്കാനാണെങ്കിൽ ആ തൗഹീദിന്റെ ബാറ്റൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ അത് പൂർത്തിയാക്കാൻ കഴിയുന്ന പ്രവാചകരാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുവിന് ഇത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാളില്ല, അല്ലാഹുവിന് ഇത്രമേൽ പിരിശപ്പെട്ട ഒരാളില്ല. എപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെട്ടത്? ഈ ലോകം പടക്കുന്നതിന് മുമ്പ്, ലോകത്തുള്ള സർവചരാചരങ്ങളെ പടക്കുന്നതിന് മുമ്പ് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനെയാണ്? അള്ളാഹുവിന്റെ പിരിശപ്പെട്ട ഹബീബിന്റെ നൂറിനെയാണ്, അവിടുത്തെ ഒളിവിനെയാണ്, അവിടുത്തെ പ്രകാശത്തെയാണ് ആദ്യമായി പടച്ചു വെച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് അള്ളാഹുവിന്റെ അർശിന്റെ നിർമ്മാണം, അതിൽ നിന്നാണ് അള്ളാഹുവിന്റെ കുർസിയ്യ് സൃഷ്ടിക്കപ്പെട്ടത്, അതിൽ നിന്നാണ് ആദം നബിയെ പടക്കപ്പെട്ടത്. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രകാശത്തിന്റെ തരുമ്പിൽ നിന്നാണ്. അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ ഹബീബിനെ ഇഷ്ടപ്പെട്ടവര്. അതുകൊണ്ടാ പറയുന്നത്, ഉവൈസുൽ ഖറനി പറഞ്ഞത്, ഒരിക്കലും മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയില്ല. അബ്ദുല്ലാ എന്നവരുടെ മകൻ മുഹമ്മദിനെ ഒരുപക്ഷെ കണ്ടെന്നു വരാം. റിസാലത്തിന്റെ പ്രകാശമുള്ള, നിബുവത്തിന്റെ തീവ്രമായ അംശങ്ങളുള്ള ഹബീബിനെ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സതിന് പോരാ, നമ്മുടെ ഹൃദയം അതിന് പോരാ, നമ്മുടെ തലച്ചോറതിന് പോരാ. അവിടെയാണ് ഒരൊറ്റ മാനദണ്ഡം മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാകാവൂ. എനിക്ക് എന്റെ ഹബീബിനെ ഇഷ്ടമാണെന്ന് മാത്രം പറയാൻ കഴിയണം. സ്വഹാബത്ത് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടത് തെളിവുകൾ നോക്കി ഇഷ്ടപ്പെട്ടതല്ല, തെളിവുകൾ നോക്കിയിട്ടല്ല അബൂബക്കർ തങ്ങൾ നബി തങ്ങളെ ഇഷ്ടപ്പെട്ടത്. ആദ്യമായി ഇസ്ലാമിലേക്ക് വരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ? പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിക്കുന്നത്. ഖദീജ ബീവി ഖുർആൻ മുഴുവൻ വായിച്ചു നോക്കിയിട്ടല്ല ഹബീബിനെ ഇഷ്ടപ്പെട്ടത്. ഈമാനാണ് ആദ്യം ഉണ്ടായത്, ഈമാനാണ് ആദ്യം ഉണ്ടായത്. ഈമാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായത് ഹബീബിനോടുള്ള മഹബ്ബത്താണ്. അല്ലേ? യഖ്റഇന്റെ വചനങ്ങൾ ഓതി കൊടുക്കുന്നു. ആദ്യത്തെ 5 ആയത്ത് ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ ചൊല്ലിക്കൊടുത്തു. ജിബ്രീൽ ചൊല്ലിക്കൊടുത്ത ഖുർആനിന്റെ ആയത്തുകളുമായി 5 ആയത്തുകളുമായി വീട്ടിലേക്ക് വന്നപാടെ ആദ്യം വിശ്വസിക്കുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി വിശ്വസിക്കുന്നത് ഇഖ്റ ബിസ്മിയുടെ അർത്ഥം പറഞ്ഞുകൊണ്ടല്ല. അല്ലെങ്കിലും അതിനെന്താ ഇത്ര കൂടുതൽ ആലോചിക്കാനുള്ളത്? ഇഖ്റ ബിസ്മിയിൽ തൗഹീദ് പറഞ്ഞിട്ടില്ല, ഇഖ്റ ബിസ്മിയിൽ അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞിട്ടില്ല. ഖദീജ ബീവിക്ക് ഒരു സംശയവുമില്ല. ഖദീജ ബീവി വിശ്വസിച്ചത് ഖുർആനിനേക്കാൾ മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിനെയാണ് വിശ്വസിച്ചത്. എന്തുകൊണ്ട്? ഹബീബ് എന്ത് പറഞ്ഞോ അതെനിക്ക് ഉറപ്പാണെന്ന വിശ്വാസമാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണം പൂർത്തിയായിട്ടാണ് മറ്റുള്ളവർ പലരും വിശ്വസിക്കുന്നത്. നമ്മൾ ഇസ്ലാമിനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകുന്നത് ഖുർആൻ നോക്കിയിട്ടാണ്, ഹദീസുകൾ പഠിച്ചിട്ടാണ്, നിയമങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. ഒരു നിയമവും വരുന്നതിന് മുമ്പേ, ഖുർആൻ പൂർണ്ണമായി അവതരിക്കുന്നതിന് മുമ്പേ ഹബീബിനെ കണ്ടുകൊണ്ട് ഈമാനിനെ സ്വീകരിക്കാൻ കഴിഞ്ഞവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമസ്ഥരവരാണ്. ഖദീജ ബീവി അല്ലാഹുവിന്റെ ഹബീബിനെ തിരിച്ചറിഞ്ഞിരുന്നു. 25 വയസ്സുള്ള മുത്തുനബിയുടെ കൂടെ കൂടിയത് 40 വയസ്സുള്ള ഖദീജ ബീവിയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇതൊരു സാധാരണ സാധാരണ ചെറുപ്പക്കാരല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാ കൂടെ കൂടിയത്. എല്ലാ സമ്പത്തും നശിച്ചു പോകുമെന്നറിയാം. ഹബീബിന്റെ കൂടെ കൂടിയിട്ട് ഖദീജ ബീവിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എല്ലാ സമ്പത്തും ചുരുങ്ങി പോയിട്ടുണ്ട്. അവസാനം ലോകത്തോട് വിട പറയുമ്പോ ജന്നത്തുൽ മുഅല്ലയിൽ 6 അടി മണ്ണല്ലാത്ത ഒന്നും ഖദീജ ബീവിക്ക് ബാക്കിയില്ല. പക്ഷേ ഖദീജ ബീവിയാണ് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത്. ഇസ്ലാമിലേക്ക് വന്നാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടല്ല, തെളിവന്വേഷിച്ചുകൊണ്ടല്ല, ഖുർആൻ എന്ന് പറയുന്നു എന്ന് നോക്കിയിട്ടല്ല. പറയുന്നത് ആരാണ്? കള്ളം പറയാത്ത സ്വാദിഖുൽ മസ്ദൂഖായ അവ്വലു മാ ഖലഖന്നയായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
അത് ഖദീജ ബീവി നേരത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഹബീബിന്റെ കൂടെ കൂടിയത്. ആകാശ ലോകങ്ങളിൽ വെച്ച് ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ലോകത്ത് ആദ്യകാലം മുതൽ തന്നെ സൃഷ്ടിപ്പിന്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത് അല്ലേ? ലോകത്ത് ഒന്നുമില്ലാതിരുന്ന കാലത്ത്, ഒരു പടപ്പിനെയും പടക്കാത്ത കാലത്ത് അള്ളാഹു ആദ്യം പടച്ചത് ഹബീബിന്റെ നൂറാണ്. അർശിനെ സൃഷ്ടിച്ചിട്ട് അർശിന്റെ തൂണുകളിൽ അള്ളാഹു എഴുതി വെച്ച പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന. മംഗൂസ് മൗലിദിന്റെ ആദ്യത്തെ ഹദീസ് ഓതുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? വതവസ്സല ബിഹി ആദം. അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട് ആദം നബി അലൈഹിസ്സലാം. ആദം നബി പൊറുക്കലിനെ തേടിയത് അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹുവേ, അന്ത്യനാളിൽ വരാനിരിക്കുന്ന മുഹമ്മദ് എന്ന പ്രവാചകരെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, ആ മുഹമ്മദ് എന്നവരെ കൊണ്ട് എന്റെ ദോഷം നീ പൊറുക്കണേ അല്ലാഹ്. ആദം നബി ചോദിക്കുമ്പോ അല്ലാഹു തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കൈഫ അറഫ്ത മുഹമ്മദൻ വലം മഖ്ലുഖുഹു. ഞാൻ പടക്കാത്ത മുഹമ്മദിനെ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? എന്താ ആദം നബി മറുപടി പറഞ്ഞത്? ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആദ്യം കാണുന്നത് അർശിന്റെ തൂണുകളിൽ എഴുതപ്പെട്ട ഒരു നാമമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നാമമാണ്. അല്ലാഹുവേ, നിന്റെ പേരിന്റെ കൂടെ നീ ഒരു വാചകം അങ്ങോട്ട് കൂട്ടിച്ചേർക്കണമെങ്കിൽ ആ വാചകത്തിന്റെ ഉടമസ്ഥന് നിനക്ക് അത്രമേൽ ഇഷ്ടമായിരിക്കുമല്ലോ, നിനക്ക് അത്രമേൽ പിരിശമായിരിക്കുമല്ലോ. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ മുഹമ്മദ് നബിയെ കൊണ്ട് എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ചോദിക്കുന്നത് ആരാണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. തടി കൊണ്ട് പടക്കപ്പെട്ടവരിൽ ആദ്യത്തെ പിതാവ് ആദം നബിയാണ്. പക്ഷേ റൂഹിന്റെ പിതാവ് ആരാണെന്നറിയുമോ? അബുൽ അർവാഹ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആദ്യം ഹബീബിനെ പിരിശം വെച്ചത് അല്ലാഹുവാണ്. ലോകത്ത് കഴിഞ്ഞു വന്ന പിൽക്കാലത്തുള്ള അമ്പിയാക്കൾ മുഴുവൻ ഇഷ്ടം വെച്ചുകൊണ്ടാ വന്നത്. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടം, പ്രേമം, അനുരാഗം, പ്രണയം എന്തു വാക്കുകൾ കൊണ്ടാണ് പറഞ്ഞറിയിക്കാനാവുക? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. ഹബീബിനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ എങ്ങനെയാണ് ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. ആദ്യമായി ഹബീബിനെ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവാണ്. ലോകത്ത് വന്ന 1.25 ലക്ഷം പ്രവാചകന്മാരാണ്. തരുവും താരവും ഇഷ്ടപ്പെട്ടു, വിട്ടും മാനവും ഇഷ്ടപ്പെട്ടു, കടലും കരയും ഇഷ്ടപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി എല്ലാം മാറ്റിവെക്കപ്പെട്ടു. ഇല്ലേ? പിറന്നു വീണ നാള് മുതൽ നാട് ഇഷ്ടപ്പെട്ടു. ആ നാട്ടുകാർക്ക് അല്ലമീനെ കുറിച്ച് എന്തെങ്കിലും പരാതിയുണ്ടോ? ആ നാട്ടുകാർക്ക് അല്ലമീനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ തിരുദൂതർ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് മക്കയിലെ ആളുകൾക്ക് മഴയില്ലാത്ത ദിവസം വന്നപ്പോ ആളുകൾ മക്കയിലെ ഖുറൈശി പ്രമുഖനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ പിതൃവിനായ അബൂ ത്വാലിബിനെ ചെന്ന് കാണുന്നുണ്ട്. അബൂ ത്വാലിബിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. അല്ലാഹുവിന്റെ തിരുദൂതരാകുന്ന ചെറിയ പ്രായമുള്ള കുട്ടിയായ മുഹമ്മദ് നബിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് അബൂ ത്വാലിബ് കഅബ ശരീഫിന്റെ ചാരത്തേക്ക് ചെന്നത്. ആ കഅബ ശരീഫിന്റെ ചാരത്ത് നിന്നിട്ട് കഅബ ശരീഫിന്റെ ചാരത്ത് ചാരി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ മുൻനിർത്തിയിട്ടാണ് പടച്ചവനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, ഈ പൊന്നുമോന്റെ ശുഭ്രതാവുല്യമായ ഈ പ്രകാശം കൊണ്ട് പരക്കുന്ന ഈ മുഖത്തിന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. അബൂ ത്വാലിബ് അന്ന് ചോദിച്ച ചോദ്യമാണത്. അബൂ ത്വാലിബിന്റെ പാട്ടായിരുന്നു അത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ തൂവെള്ള മുഖത്ത് മുൻനിർത്തിയിട്ടാണ്, ആ മുഖത്ത് മുൻനിർത്തിയിട്ടാണ് പടച്ച റബ്ബിനോട് മഴ ചോദിച്ചത്. തെളിഞ്ഞ മാനത്തിൽ നിന്ന് പോലും മഴ വർഷിക്കുന്നത് ഈ ഹബീബിനെ കൊണ്ട് മാത്രമാണ്. മക്കക്കാരായ ആളുകൾക്ക് ഹബീബിനെ കുറിച്ച് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. നാട്ടുകാർക്ക് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ഹബീബ് സാമൂഹ്യ വിരുദ്ധനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഹബീബ് കള്ളനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നബിയെ, നിങ്ങളുടെ നാട്ടുകാർ കള്ളനെന്ന് ഒരിക്കലും പറയില്ല. ചരിത്രത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവസാനം അവർ പറഞ്ഞത് ആരോ പറഞ്ഞു കൊടുത്തത് ജൽപ്പിക്കുകയാണെന്നാണ്.
സിഹർ ബാധിച്ചതാണെന്നാണ്, ഏതോ ചില കവിതകൾ ചൊല്ലുകയാണെന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ മക്കക്കാർക്ക് കഴിയുമായിരുന്നില്ല. നാട്ടുകാർ കൊടുത്ത പേരാണ് അൽ-അമീൻ എന്ന സ്ഥാനപ്പേര്. ആ ഹബീബിനെയാണ് പിന്നീട് മദീനയിലേക്ക് വന്ന് പ്രവാചകരായി നിയോഗിതരായതിനു ശേഷം ആ ഹബീബിന്റെ പരിസരത്തേക്ക് തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. വിദൂര ദിക്കിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. തെളിഞ്ഞ ആകാശത്ത് നിന്ന് വെള്ളം വേണമെന്ന് ചോദിച്ചിട്ട് പറ്റിവരണ്ട ഭൂമിയിലേക്ക് കൃഷിയോഗ്യമാകാൻ വേണ്ടി അല്പം തെളിനീര് വേണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ ഹബീബ് കൈ ഉയർത്തിയിട്ട് പടച്ചറബിനോട് ചോദിക്കുന്നു. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിട്ട് മഴ പെയ്യുന്നു. ജീവിതകാലത്ത് ഹബീബ് പ്രവാചകരായപ്പോഴും ഹബീബിനെ കൊണ്ടാ മഴ ചോദിച്ചത്. വഫാത്തിന് ശേഷമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനക്കാർക്ക് മഴയില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ, ക്ഷാമം ബാധിച്ചുകൊണ്ട് വിഷമിച്ചപ്പോ, പട്ടിണി കൊണ്ട് പ്രയാസപ്പെട്ടപ്പോ മദീനക്കാരായ ആളുകൾ ബിലാൽ ഇബ്നു ഹാരിസ് എന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് പറയുന്നത്, ഇസ്തസ്ഖി റബ്ബിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മഴ ചോദിക്കണേ പ്രവാചകരെ. ബിലാൽ ഇബ്നു ഹാരിസ് അൽ-മുസ്രി മഴ ചോദിക്കാൻ ചെന്നത് ഹബീബിന്റെ ഖബറിന്റെ പരിസരത്താണ്. എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും ഹബീബ് മാത്രമാണ് തണലൊരുക്കിയത്. ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബർ ശരീഫിന്റെ ചാര വന്ന് നിന്നിട്ട് ചോദിച്ചിട്ട് സ്വീകരിക്കപ്പെടാത്ത എന്ത് ചോദ്യമാണുള്ളത്? എല്ലാം അവിടെ ഒന്ന് പോയി നിൽക്കുമ്പോഴേക്ക് സ്വീകരിക്കപ്പെട്ടിട്ടില്ലേ? മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു ആഫ്രിക്കയിൽ നിന്നാണ്, ഷാമിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവർ മദീനയിലേക്ക് വരുന്നത്. നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്, ധാരാളം കാലം കഴിഞ്ഞിട്ടുണ്ട്. ഷാമിൽ നിന്ന് മദീനയിലേക്ക് 7 ദിവസം യാത്ര ചെയ്തുകൊണ്ടാണ് മദീനയിൽ വന്നത്. എന്തിനാണ്? അല്ലാഹുവിന്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാനാണ്. ആ ഖബർ ശരീഫിന്റെ പരിസരത്ത് വന്ന് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്തിട്ട് മദീനയിൽ നിന്ന് ഷാമിലേക്ക് മടങ്ങി പോകുന്നു. ഷാമിലേക്ക് 7 ദിവസം കൊണ്ട് മദീനയിലേക്ക് എത്തിയ ഉഖബ തങ്ങള് തിരിച്ച് ഷാമിലേക്ക് മടങ്ങി പോയിട്ട് അവിടെ എത്തിയത് വെറും 2.5 ദിവസം കൊണ്ട് മാത്രമാണ്. 7 ദിവസത്തെ വഴി ദൂരമാണ്. വന്ന വഴിയിലൂടെ തന്നെയാണ് മടങ്ങിപ്പോയത്, വന്ന വാഹനത്തിൽ തന്നെയാണ് തിരിച്ചു പോയത്. 7 ദിവസം കൊണ്ട് മദീനയിലേക്ക് എത്തിയ ഉഖബ തങ്ങള് തിരിച്ചങ്ങോട്ട് പോയത് 2.5 ദിവസം കൊണ്ടാണെന്ന് രേഖപ്പെടുത്തിയിട്ട് ഇമാമുനാ നബവി റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്തുകൊണ്ടാണ് ഉഖബ തങ്ങളുടെ സമയത്തിന് ദൈർഘ്യം കുറഞ്ഞു പോയതെന്നറിയുമോ? ബിബറകത്തി സിയാറത്തി ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ പരിസരത്ത് വന്ന് സിയാറത്ത് ചെയ്തതിന്റെ ബറക്കത്താണ് ആ യാത്രയിൽ കണ്ടത് എന്ന് രേഖപ്പെടുത്തിയത് രണ്ടാം ശാഫിഈ എന്ന് ലോകം പരിചയപ്പെടുത്തിയ ഇമാമുനാ നബവി റളിയല്ലാഹു അൻഹു ആണ്. ലോകത്തിന്റെ പരിഹാരം പിന്നെ ഹബീബായിരുന്നു. അല്ലാഹുവിന്റെ തിരുദൂതരല്ലാത്തൊരു പരിഹാരം പിന്നെ ഉണ്ടായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ആ ഹബീബിനെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയും? നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നേ ചോദ്യം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഹബീബിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദ്യമില്ല, ഒരിക്കലും ചോദ്യമില്ല. റോസാപ്പൂവിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടമാണ് എന്ന് ആരും ചോദിക്കാറില്ല. റോസാപ്പൂവിനോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര അലർജി എന്നേ ചോദിക്കാറുള്ളൂ. അല്ലേ? റോസാപ്പൂവിനെ കണ്ടാൽ ആരാണ് ഇഷ്ടപ്പെടാത്തത്? എങ്കിൽ ഈ ലോകത്തിന്റെ സർവപ്രകാശമായി അവതരിക്കപ്പെട്ട ഹബീബിനോട് എന്തുകൊണ്ട് ഇഷ്ടമില്ല എന്ന ചോദ്യത്തിന്റെ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ തിരുദൂതരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, മക്ക മുതൽ മദീന വരെയുള്ള യാത്രയിൽ മുഴുവനും നമ്മൾ കണ്ടത് സ്വഹാബത്തിന്റെ സ്നേഹപ്രകടനങ്ങളുടെ ഭാഷകളാണ്. മക്കക്കാരും മദീനക്കാരും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. അത്രമേൽ ദേഷ്യമുള്ള ആളുകളാണ് അറബികൾ. നിങ്ങൾക്ക് പരിചയമാണല്ലോ. അത്രമേൽ ദേഷ്യമാണ് അവർക്ക്. അന്യന്റെ വീട്ടിലെ ഒട്ടകം തന്റെ വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചതിന്റെ പേരിൽ 40 കൊല്ലം യുദ്ധം ചെയ്തിരുന്ന നാട്ടുകാരാ അവിടെയുള്ളത്. സ്വന്തം പെൺകുട്ടികളെ, പിറന്നു വീഴുന്ന ചെറിയ പെൺകുട്ടികളെ, അത്
അത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞ ഒറ്റ കാരണത്താൽ കുഴിച്ചു മൂടിയിരുന്ന ആളുകളാണ് അവിടെയുള്ളത്. മദ്യത്തിന്റെ ഒരു ചഷകം കിട്ടിയാൽ തന്റെ ഉമ്മയാരാണ് ഉപ്പയാരാണ് സഹോദരി ആരാണെന്നറിയാതെ നാട്ടുകാരുള്ള കാലമാണ്. ആ ജാഹിലിയ്യത്തിന്റെ കാലഘട്ടത്തിലേക്ക് വന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവർക്കിടയിൽ സ്നേഹപ്രപഞ്ചമായി മാറിയത്. എന്തോ ഒരു സ്നേഹമാണെന്നറിയോ? ഹബീബിനെ ഇങ്ങനെ സ്നേഹിക്കാൻ സ്വഹാബത്തിനല്ലാതെ ആർക്കും കഴിയില്ല. ഹബീബിനെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഹബീബിനെ ഏറ്റവും സ്നേഹിച്ചവരിൽ മുമ്പന്തിയിലുള്ളത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ലോകത്ത് മുഅ്മിനീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഈമാനുള്ളത് ആർക്കാണെന്നറിയുമോ? അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാത്രമാണ്. എന്താണ് സിദ്ദീഖ് തങ്ങളുടെ ഈമാനിന്റെ പ്രത്യേകത? സിദ്ദീഖ് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈമാൻ സിദ്ദീഖിനാണ്. ലോകത്തുള്ള കോടാനക്കോടി മുസ്ലിമീങ്ങളുടെ ഈമാന് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാലും അപ്പുറത്തെ തട്ടിൽ സിദ്ദീഖിന്റെ ഈമാനാണെങ്കിൽ ആ ഈമാന് കരം തൂങ്ങുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണ്? സിദ്ദീഖ് തങ്ങളാണ് ഹബീബിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ചത്. ഇഷ്ടമില്ലാത്തവർക്ക് ഈമാൻ ഉണ്ടാകില്ല. ഈമാനിന്റെ വർദ്ധനവുണ്ടാകണോ? ഹബീബിനോടുള്ള മഹബ്ബത്ത് വർദ്ധിച്ചു വരണം. സിദ്ദീഖ് തങ്ങൾ അത്രമേൽ ഹബീബിനെ പ്രിയം വെച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാക്യത്തെ, ആ വാക്യത്തിന് വേണ്ടി ഹറം ഷരീഫിൽ നിന്ന് കഅബ ഷരീഫിന്റെ പരിസരത്ത് വന്ന് ഇസ്ലാമിലേക്ക് ആളുകളെ പരസ്യമായി ക്ഷണിച്ചപ്പോഴാണ് ശത്രുക്കൾ വന്ന് സിദ്ദീഖിന്റെ മുഖത്തടിച്ചത്. സിദ്ദീഖിന്റെ മുഖത്തടിച്ചത് രണ്ട് ഭാഗത്തേക്കും ചെരിപ്പ് കൊണ്ടടിച്ചിട്ട് രണ്ട് കവിളുകളും നീരികെട്ടി വീർത്തിട്ട് മൂക്കിൽ നിന്ന് കവിളേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ബോധരഹിതനായി വീണുപോയില്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു തുള്ളി വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ എന്റെ ഹബീബിന്റെ മുഖകമരം കാണാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞവരാ സിദ്ദീഖ്. അവസാനം ഉമ്മു ജമീലിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ ഉമ്മയുടെയും ഉമ്മു ജമീലിന്റെയും തോളിൽ കൈയിട്ട് വെച്ച് നടന്നു ചെന്നിട്ട് ഉമ്മു ജമീലിന്റെ വീട്ടിലിറങ്ങിയിട്ട് അവിടെ സുരക്ഷിതനായിരിക്കുന്ന ഹബീബിനെ കണ്ടപ്പോ ഇറങ്ങു ചെന്നിട്ട് ഹബീബിന്റെ നെറ്റിയിൽ ചുടുചുംബനം കൊടുത്തിട്ട് റബ്ബേ അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയെ ഞാൻ അങ്ങേക്ക് പകരം തരാ നബിയേ, എന്റെ നഫ്സിനെ ഞാൻ അങ്ങേക്ക് പകരം തരാ നബിയേ, അങ്ങ് മാത്രം മതി നബിയേ, അങ്ങ് മാത്രം മതി നബിയേ എന്ന് വേദന കൊണ്ട് പുളയുന്ന സമയത്ത് പോലും പറയാൻ കഴിയുന്ന ആ മനസ്സിന്റെ സ്നേഹത്തിന്റെ പേരാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സ്നേഹത്തെ മനുഷ്യന്റെ സ്നേഹത്തിന്റെ അളവ് പോലെ കൊണ്ട് വാർത്തെടുക്കാൻ കഴിയില്ല. ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു മോതിരം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചു. ആ മോതിരം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ആ മോതിരത്തിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെക്കണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചിട്ട് മഹാനരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ നേരെ പോയത് മോതിരമുണ്ടാക്കുന്ന കൊശവന്റെ അരികിലേക്കാണ്. അവിടെ കൊല്ലന്റെ അരികിൽ ചെന്നിട്ട് മോതിരമുണ്ടാക്കാൻ കൊടുത്തപ്പോ പറഞ്ഞത്, ഈ മോതിരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതാനാണ്. സിദ്ദീഖ് തങ്ങൾ പോയി പറയുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെക്കാനാണ്. മോതിരമുണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നു. മോതിരമുണ്ടാക്കി കൊണ്ടിട്ട് ഹബീബിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഹബീബ് അതിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അബൂബക്കർ സിദ്ദീഖ്. ഇത് മൂന്നും ആ മോതിരത്തിൽ കണ്ടു. നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മാ ഹാദിഹി സവാഇദു യാ അബൂബക്കർ, എന്തേ ഇത്ര കൂടുതൽ എഴുതി വെച്ചത്? ഞാൻ നിങ്ങളോട് തഹ്ലീൽ മാത്രമല്ലേ എഴുതാൻ പറഞ്ഞുള്ളൂ, എന്തിനാ പിന്നെ ഇതെല്ലാം കൂടുതൽ എഴുതി വെച്ചത്? സിദ്ദീഖ് തങ്ങൾ ഞെട്ടിപ്പോയി, ഞാൻ പറഞ്ഞിട്ടില്ല നബിയേ, ഞാൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതാനാണ്, എന്റെ പേരെഴുതാ ഞാൻ പറഞ്ഞിട്ടില്ല നബിയേ, അത് അവന്റെ അരികിൽ പിശക് പറ്റിയതാണ് നബിയേ. ജിബ്രീൽ തങ്ങൾ ഇങ്ങനെ കിടന്ന് വിറക്കുകയാണ്.
നിബിതങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ പതർച്ചയിലാണ്. അപ്പോഴാണ് മലക്കുൽ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നത്, നബിയേ, ആ എഴുതിയതിന്റെ പേരിൽ നിങ്ങൾ അബൂബക്കറിനെ ദേഷ്യപ്പെടേണ്ടതില്ല, സിദ്ദീഖിനെ വഴക്ക് പറയണ്ട. എന്തുകൊണ്ടാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി എഴുതി മാറ്റാൻ, അത് ഒഴിവാക്കാൻ മടി കാണിച്ച സിദ്ദീഖിന്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലാഹു മടി കാണിച്ചിരിക്കുന്നേ. അബൂബക്കർ തങ്ങളുടെ പേരെഴുതി വെക്കുന്നത് പടച്ച റബ്ബിന്റെ തീരുമാനപ്രകാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി കൂട്ടിവെക്കണമെന്ന് പറഞ്ഞ, മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ലാത്ത ഒരു തൗഹീദിന്റെ കലിമത്ത് വേണ്ടെന്ന് പറഞ്ഞ സിദ്ദീഖിന്റെ പേര് നബിയെ തങ്ങളുടെ കൂടെ കൂട്ടിവെക്കാൻ പറയുന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ അവരോട് ദേഷ്യം കാണിക്കരുത് എന്ന് പറയുന്നത് മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഈ സ്നേഹം എത്ര കാലം തുടർന്നു വന്നറിയോ? മരണം വരെ ഈ സ്നേഹത്തിന്റെ തുടർച്ചയിലല്ലേ? എന്തോ ഒരു സാമ്യതയാണ് അവർ തമ്മില്, എന്തോ ഒരു സാമ്യതയാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പനി പിടിച്ച് കിടക്കുകയാണ്. രോഗിയായി കിടക്കുന്ന ഹബീബിനെ കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ രോഗിയായി പനി പിടിച്ചു. മരിദൽ ഹബീബ് ഫഅത്തുഹു വമരിദു മിൻ നസഫി ഇലൈഹി. രോഗിയായി കിടക്കുന്ന തന്റെ പ്രേമഭാജനത്തെ കണ്ടുമുട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടത്തോഴന് അത് കണ്ട് പനി പിടിക്കുകയാണ്. വിഷമം കൊണ്ട് പനി പിടിച്ചു. നബി തങ്ങൾ രോഗമൊക്കെ മാറി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ശുഫിയൽ മരീദു ഫസാറനി ഫശുഫീതു മിൻ നദരി ഇലൈഹി. അല്ലാഹുവിന്റെ റസൂൽ രോഗമില്ലാതെ പനി മാറിയിട്ട് കാണാൻ വേണ്ടി വന്നപ്പോ രോഗമില്ലാത്ത ഹബീബിനെ കണ്ടപാടെ സിദ്ദീഖിന്റെ രോഗവും മാറിപ്പോവുകയാണ്. എന്തൊരു മനപ്പൊരുത്തമാണ് അവിടെ, എന്തൊരു ചേർച്ചയാണ് അവിടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി എല്ലാം കൊടുക്കാൻ ത്യജിക്കാൻ സന്നദ്ധരായവരല്ലേ. മരണത്തിൽ പോലും ആ ഒരുമ കാണുകയാണ്. നബി തങ്ങൾ വഫാത്തായത് 63-ാമത്തെ വയസ്സിലാണ്. സിദ്ദീഖ് വഫാത്തായതും 63-ാമത്തെ വയസ്സിലാണ്. നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് ജൂതന്മാര് കൊടുത്ത ഇറച്ചിയിൽ വിഷം പുരട്ടി കൊടുത്തതിന്റെ അംശങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ വേദനയുണ്ടാക്കിയിരുന്നു. സിദ്ദീഖ് തങ്ങൾക്കാണെങ്കിലോ ജൂതന്മാര് അരിഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തതിന്റെ വിഷമമുണ്ടായിരുന്നു. രണ്ടുപേരും ഒരിടത്താണ് മറവ് ചെയ്യപ്പെടുന്നത്, ഒരിടത്താണ് ഖബറിലേക്ക് കൊണ്ടുപോകപ്പെടുന്നത്. സിദ്ദീഖ് തങ്ങൾ ആ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ കേട്ട അശരീരി എന്താണ്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബിനെ ഹബീബിലേക്ക് കൊണ്ടുപോയിക്കോളൂ. കാത്തിരിക്കുന്ന നിമിഷമാണത്. ആ സന്തോഷവേളയ്ക്ക് വേണ്ടിയാണ് സിദ്ദീഖ് 2.5 കൊല്ലം കാത്തിരുന്നത്. മരണത്തിൽ പോലും ഒരുമിച്ചവര്, രോഗത്തിൽ പോലും ഒരുമിച്ചവര്, ഹബീബിനെ കൂടെ കൊണ്ടു നടന്നവർ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്നേഹത്തിന്റെ പ്രവാചക സ്നേഹത്തിന്റെ ആ മാതൃകയെ കാണിച്ചു കൊടുക്കാൻ ഒരാളെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഹിജ്റക്ക് പോകുന്ന ഘട്ടത്തിൽ, ഹിജ്റക്ക് പോകുന്ന സമയമുണ്ട് മക്കയിൽ നിന്ന്. നാട്ടുകാര് മുഴുവൻ നാട്ടിയോടിക്കുന്ന വേളയിലാണ്. മക്ക വിട്ടേച്ച് പോവുകയാണ്. ഒരു ദിവസം നട്ടുച്ച സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഉച്ച സമയമാണ്. ആയിഷ ബീവി പറയാണ്, എന്റെ ഉച്ചക്ക് ഇങ്ങനെ വന്നത് ഞാൻ അങ്ങനെ ആലോചിച്ചു. ഉച്ചക്ക് വന്നിട്ട് പറഞ്ഞു, അർജന്റ് കാര്യം പറയാനുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, ഹിജ്റ പോകാനാണ്. ഹിജ്റ പോകാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്. ഹിജ്റ എന്ന് പറയുന്നത് ചെറിയ വർത്തമാനമല്ല, നാട് വിട്ടു പോകലാണ്. കുടുംബത്തെ ഉപേക്ഷിച്ച്, സമ്പത്ത് മാറ്റിവെച്ച്, ആരാരുമില്ലാത്ത, തന്റെ രക്തബന്ധുക്കളില്ലാത്ത നാട്ടിലേക്ക് നാടിന് പറിച്ചു കൊണ്ടുപോയി താമസിക്കലാണ്. ആരാ കൂടെ പോവുക? മക്ക വിട്ടുപോകാൻ ആർക്കാ താല്പര്യമുണ്ടാവുക? ഒരാളും താല്പര്യപ്പെടാത്ത സമയത്ത്, ഒരാളും ഇഷ്ടപ്പെടാത്ത സമയത്ത് സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, ഞാനൊന്ന് കൂടെ വരട്ടെ നബിയേ, കൂടെ വരാൻ അനുവാദം ഉണ്ടാകുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അനുവാദമുണ്ട്, കൂടെ വരാൻ സമ്മതമുണ്ട്, നിങ്ങൾക്ക് കൂടെ വരാൻ അനുവാദമുണ്ട്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സന്തോഷം വന്നാൽ കരച്ചിൽ വരുമെന്ന് ആദ്യമായി ഞാൻ അറിയുന്നത് ആ നിമിഷത്തിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഹബീബിന്റെ കൂടെ കൂടാനുള്ള സൗഭാഗ്യം ഓർത്തിട്ട് പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ഓരോ സെക്കൻഡിലും അല്ലാഹുവിന്റെ ഹബീബിനെ കാവലൊരുക്കുകയാണ്. ഹബീബിന്റെ മുമ്പിലൂടെ നടക്കും, പിറകിലൂടെ നടക്കും, സൈഡിലൂടെ നടക്കും. എവിടെ നിന്നാണ് ശത്രു വരികയെന്നറിയില്ലല്ലോ. ശത്രുവിനെ തടുക്കാൻ സിദ്ദീഖ് തങ്ങൾ സർവസജ്ജമാണ്. സിദ്ദീഖ് തങ്ങൾക്ക് എത്രയാ പ്രായം? 20-25 വയസ്സല്ല, 51 വയസ്സാണ് പ്രായം. 51 വയസ്സുള്ള സിദ്ദീഖ് തങ്ങളാണ് 53 വയസ്സുള്ള നബി തങ്ങളുടെ കൂടെ ഹിജറയുടെ സഹയാത്രികൻ. മക്കയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള ഗാർ സൗറിന്റെ മുകളിലേക്ക് 3.5 മണിക്കൂർ കുത്തനെയുള്ള ആ മല കയറിയിട്ട് വേണം സൗർ ഗുഹയിലേക്ക് എത്താൻ. 51 വയസ്സുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുന്നാര നബിയെ തന്റെ തോളിലിരുത്തിയിട്ടാണ് ആ മല കയറി പോകുന്നത്. നിങ്ങൾക്ക് ആ രംഗം ഒന്ന് ആലോചിക്കാൻ കഴിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ മുകളിലെത്തിയിട്ട് പറയുന്നു, നബിയെ, മക്കാലേക്ക് നിങ്ങൾ പോകല്ലേ. അതിനുള്ളിൽ കയറിയിട്ട് എല്ലാം വൃത്തിയാക്കി എല്ലാ ദ്വാരങ്ങളും അടച്ച് ആകെയുള്ള വസ്ത്രം മുറിച്ചിട്ട് അതിൽ നിന്ന് ക്ഷീരകൾ എടുത്തുകൊണ്ടാണ് ദ്വാരങ്ങൾ പൊത്തടക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് അവസാനം ഉണ്ടായിരുന്ന ഒരു പൊത്തിൽ തന്റെ പെരുവിരൽ വെച്ച് കാത്തിരിക്കുകയാണ്. നബി തങ്ങളെ മടിയിൽ കിടത്തുകയാണ്. അതിലാണ് പാമ്പ് വന്ന് കൊത്തിയത്. സിദ്ദീഖ് തങ്ങൾക്ക് വേദനയുണ്ട്, വിഷം തലച്ചോറ് വരെ കയറുന്നുണ്ട്. മിണ്ടുന്നില്ല, പറയുന്നില്ല, അനങ്ങുന്നില്ല. തലച്ചോറിലെത്തിയ വേദന കൊണ്ട് പുളയുമ്പോഴാണ് കണ്ണിൽ നിന്ന് ചുടുകണ്ണീര് ഹബീബിന്റെ കവിളത്ത് വീഴുന്നത്. അപ്പോഴാണ് ഹബീബ് കണ്ണു തുറന്ന് നോക്കിയത്. അപ്പോഴാണ് ഹബീബിന്റെ കൂട്ടുകാരന്റെ കാലിൽ പാമ്പ് കടിച്ചത് കണ്ടത്. ഹബീബ് ഊന്നീര് പുരട്ടി കൊടുത്തത്. അല്ലേ, മഹബത്തുള്ളിടത്താണ് മുഅ്ജിസത്ത് ഉണ്ടായിട്ടുള്ളത്. ഹുബ്ബിന്റെ അവിടെയാണ് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ഹബീബ് ഹബീബാകണോ, നിങ്ങൾ കൂടെ സിദ്ദീഖാകണം. നിങ്ങൾ സിദ്ദീഖായോ, കൂടെ ഹബീബ് ഉണ്ടാകും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് സിദ്ദീഖ് തങ്ങളുടെ പ്രത്യേകത? എന്താണ് ഖദീജ ബീവിയുടെ പ്രത്യേകത? ഈ ലോകത്ത് ഹബീബിനെ സംരക്ഷിക്കാൻ ഒരാളുമില്ലാതിരുന്ന കാലത്ത്, ഹബീബിനെ കുറിച്ച് പറയാൻ ആരുമില്ലാതിരുന്ന കാലത്ത്, ഹബീബിനെ ഭ്രാന്തനാണെന്നും ഹബീബ് കവിയാണെന്നും മാരണക്കാരനാണെന്നും പരിഹസിച്ചിരുന്ന കാലത്ത് ഹബീബിന് വേണ്ടി ഉപാധികളില്ലാതെ ഇഷ്ടം വെച്ച് കൊണ്ടു നടന്ന പ്രൊട്ടക്ഷൻ ഒരുക്കിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളിൽ സിദ്ദീഖുമാരുണ്ടാകും, അന്ത്യനാളിൽ അബൂബക്കർമാരും ഉമറുമാരുണ്ടാകും. ആരാന്നറിയോ? ഈ ലോകത്ത് അല്ലാഹുവിന്റെ ദീനിനെ പരസ്യമായി എതിർക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്ന ആളുകളെ എതിർക്കുന്നവർ ഉണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ദീൻ ഇങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, ഹബീബിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ എന്റെ ഹബീബിനെ സംരക്ഷിക്കുമെന്ന് പറയാൻ ധൈര്യത്തോടുകൂടി ഈമാനോടുകൂടി പറയാൻ സന്നദ്ധമായിട്ടുള്ള ഓരോരുത്തരും ഈ കാലഘട്ടത്തിന്റെ അബൂബക്കറാണ്, ഈ കാലഘട്ടത്തിലെ ഖദീജമാരാണ്, ഈ കാലഘട്ടത്തിന്റെ ഉമറുമാരാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലുപ്പ നബി എന്തിനെ അങ്ങനെ ചെയ്ത് എന്ന് ആലോചിക്കുന്ന ആലോചനയുടെ അവിടെ നിർത്തണം. ആ ആലോചന ഹബീബിനോടുള്ള മഹബത്തിൽ ഉണ്ടായതല്ല. സിദ്ദീഖ് തങ്ങളോട് വന്നിട്ട് പറഞ്ഞില്ലേ, ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് ഒക്കെ പോയി വന്നത്ര എന്റെ കൂട്ടുകാരൻ. സിദ്ദീഖ് തങ്ങൾ എന്താ ചോദിച്ചത്? അവ ഖാല ദാലിക, എയറോപ്ലെയിൻ ഉണ്ടായിരുന്നു എന്നല്ല ചോദിച്ചത്. അവ ഖാല ദാലിക, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞോ? അതെ. ഇദൻ സദ്ദഖ്തു, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ കാണിച്ച ധൈര്യത്തിന്റെ പേരാണ് സിദ്ദീഖിയായ ഈമാൻ. അതാണ് സിദ്ദീഖിയായ ഈമാൻ. ഉപാധികളില്ലാതെ സ്നേഹിക്കണം. നമുക്കിതിന്റെ വില അറിയില്ല. അല്ലാഹു നമുക്ക് സൗജന്യമായി നൽകിയ ഭിക്ഷയാണ് നബി തങ്ങളുടെ ഉമ്മത്തിൽ ഉള്ള മെമ്പർഷിപ്പ്. നമ്മളൊന്നും ചോദിച്ചിട്ടുണ്ടോ? മൂസ നബി കെഞ്ചിയതാണ്, എനിക്ക് ഈ ഉമ്മത്തിന്റെ മെമ്പർഷിപ്പ് ഒന്ന് വേണമെന്ന്. നമുക്കിതിന്റെ വില അറിയണമെങ്കിൽ നാളെ മഹ്ശറിൽ വരെ കാത്തിരിക്കണം. എല്ലാ ആളുകളും, കോടാനക്കോടി ജനങ്ങൾ ഓരോ പ്രവാചകന്മാർ അരികിലും ചെന്ന് പറയുമ്പോ ഓരോ പ്രവാചകന്മാരും കൈയൊഴിയുമ്പോ അവസാനം ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ചെന്ന് വീഴുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഹബീബുനാ റസൂലുള്ളാഹി. അവിടുന്നാണ് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നത്. അവിടുന്നാണ് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നത്. ആ ശഫാഅത്തിന്റെ പിൻബലത്തിലാണ് മഹ്ശറിന്റെ കൊടും ചൂടിൽ നിന്ന് അല്ലാഹു നമ്മളെ കരകയറ്റുന്നത്. അപ്പോഴാണ് നമ്മൾ ഹബീബിന്റെ വിലയറിയുക. ആദ്യമായി സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്.
അത് വിളിക്കപ്പെടുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കാത്തതിന്റെ നിരാശയുണ്ടാവുന്നത്. അപ്പോഴാണ്, അവിടെ വെച്ചാണ്. ആ മഹ്ശറിൽ കഴുത്തറ്റം വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന, തലക്ക് മുകളിൽ സൂര്യൻ കത്തിച്ചൊലിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നൽകുന്ന ഒരു വിഭാഗം ആളുകൾ, ഈ ഉമ്മത്തിൽപ്പെട്ട യുവാക്കൾക്ക്, ഇബാദത്തിൽ മുഴുകിയവർക്ക് അള്ളാഹു അർശിന്റെ തണൽ കൊടുക്കുമ്പോൾ അതിങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, പടച്ചവനെ, ഞാൻ എന്റെ ഹബീബിനെ നിസ്സാരമാക്കിയല്ലോ എന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം ഹബീബിനോടുള്ള മഹബത്താകണം. കുട്ടികൾക്ക് അതാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, മക്കളോട് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഹബീബ് ഒരു മോഹനമായി മാറണം, ഹബീബ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ കുട്ടി ചോദിക്കണം, ഉമ്മ എങ്ങനെയാണ് മുത്തുനബി വെള്ളം കുടിച്ചത് എന്ന് ചോദിക്കണം. അത് ചോദിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുട്ടികളുടെ മദ്രസ പുസ്തകങ്ങൾ ഉമ്മമാരും കൂടി പഠിക്കണം. നമ്മുടെ മദ്രസകൾ എവിടെയാണ് വിജയിക്കേണ്ടത്? നിങ്ങളുടെ മക്കൾ മദ്രസയിലേക്ക് വരുമ്പോ ആ മദ്രസയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഓരോ ദിവസവും അവർ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ച്, അവർ ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ച്, അവർ അറിയേണ്ട കഥകളെ കുറിച്ച് ഉസ്താദുമാർ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞു കൊടുക്കുന്ന കഥകളുണ്ടല്ലോ, ആ ദിക്റുകളുണ്ടല്ലോ, അത് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഉസ്താദിനെ ചൊല്ലിക്കൊടുക്കാനേ കഴിയൂ, അത് പകർത്തി കൊടുക്കേണ്ടത് നിങ്ങളാണ്. സുബ്ഹിക്ക് കുട്ടികളെ എഴുന്നേൽപ്പിക്കേണ്ടത് നിങ്ങളാണ്. ദിക്ർ ചൊല്ലിപ്പിക്കേണ്ടത് നിങ്ങളാണ്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോ മോനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പോകടാ എന്ന് പറയേണ്ടത് നിങ്ങളാണ്. ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ട് കൈകളിൽ ഊതിപ്പിച്ചിട്ട് ശരീരം മുഴുവൻ തടവി കൊടുക്കണമെന്ന് പറയേണ്ടത് നിങ്ങളാണ്. കുഞ്ഞിളം പ്രായത്തിൽ മക്കളുടെ മനസ്സിലേക്ക് ഈ ദിക്റിന്റെ മധുരത്തെ പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കൾ വലുതായാൽ ആ മക്കളെ ഒരു ലഹരി മാഫിയക്കാരനും കട്ടെടുക്കാൻ കഴിയില്ല, ഒരു കവർച്ചക്കാരനും കൊണ്ടുപോകാൻ കഴിയില്ല, ഒരു മദ്യവിപണനക്കാരനും അവരെ കൊണ്ടുപോകാൻ കഴിയില്ല. ഏത് നാട്ടിൽ പോയാലും, ഏത് കൂരാനാട്ടിലാണെങ്കിലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ അവരുടെ ഖൽബിലേക്ക് ഈമാൻ നിറച്ചു കൊടുക്കണം, മുഹബ്ബത്തുൻ നബി നിറച്ചു കൊടുക്കണം. ഹബീബിന് ഇഷ്ടമില്ലാത്തതൊന്നും വേണ്ട എന്ന് പഠിപ്പിക്കണം. അത് ചെറുപ്രായത്തിൽ തുടങ്ങണം, അവിടെ നിന്ന് തുടങ്ങണം. അത് 18 വയസ്സായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് കുട്ടികളെ കിട്ടാതെ വരുമ്പോൾ ഉസ്താദിനോട് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ പ്രായമെത്തുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ഹബീബിന്റെ കിസ്സകൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുട്ടികൾ 3-4 വയസ്സിൽ ഉറങ്ങേണ്ടത് മുത്തുനബിയുടെ കിസ്സകൾ കേട്ടുകൊണ്ടാണ്, ഫാത്തിമ ബീവിയുടെ ചങ്ങാത്തം ഓർത്തുകൊണ്ടാണ്. മക്കളോട്, പെൺകുട്ടികളോട് പറയണം, മകളെ നീ ഒരു ഫാത്തിമയാകണമെന്ന്. ആൺകുട്ടികളോട് പറയണം, നിങ്ങൾക്ക് ഹസനിന്റെയും ഹുസൈനിന്റെയും കഥയറിയുമോ എന്ന്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഈ ഉപകരണമുണ്ടല്ലോ. നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ ഇതിൽ പാട്ടുകൾ കേൾക്കാറുണ്ട്, റെസിപ്പികൾ കാണാറുണ്ട്. എന്തിനാണ് നമുക്ക് ഈ ഉപകരണങ്ങളിൽ നിന്ന് സ്വഹാബികളുടെ കഥകൾ എണ്ണി പഠിച്ചൂടെ? സ്വഹാബികളായ കുട്ടികളുടെ കഥകൾ പഠിച്ചൂടെ? ഹസൻ ബസ്രിയുടെ കഥയില്ലേ? എത്രയോ പണ്ഡിതന്മാരുടെ കഥകളില്ലേ? ശാഫിഈ ഇമാമിന്റെ കഥകൾ ചൊല്ലി പഠിച്ചൂടെ? നിങ്ങൾ 5 വയസ്സുള്ള മക്കൾക്ക് സ്വഹാബത്തിന്റെ കഥ പറഞ്ഞു കൊടുത്താൽ, താബിഈകളുടെ കഥ പറഞ്ഞു കൊടുത്താൽ, നിങ്ങൾ ഈ മൊബൈലിൽ നിന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടികളെ ഒരുമിച്ചിരുത്തിയിട്ട് ബുർദയുടെ കവിതകൾ ഇങ്ങനെ പാടിക്കൂടെ? ത്വാലഅൽ ബദ്ർ ചൊല്ലിക്കൂടെ? മുഹമ്മദിയ വൈത്ത് പാടിക്കൂടെ? എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ഇത്തരം ഉപകരണങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അതൊന്നും ഉപയോഗപ്പെടുത്താതെ നമ്മുടെ കുട്ടികളുടെ സമയങ്ങൾ ആനന്ദത്തിന് വേണ്ടി, കേവലം മോഹനമായ, കേവലമുള്ള വികാരങ്ങൾക്ക് വേണ്ടി, കേവലം ലളിതമായ കാമന മോഹങ്ങൾക്ക് വേണ്ടി ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവര് അവസാന സമയത്ത് മരിക്കുന്ന നേരത്ത് ഒരു കലിമയെല്ലാം കിട്ടാതെ ഖബറിലേക്ക് ചെന്നിട്ട് അവിടെ മുൻകറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ അവസാനം ഇതേ മക്കളാണ് നാളെ മഹ്ശറിൽ നിന്ന് പടച്ചറപ്പ് അവരെ നരകത്തിലേക്ക് നിശ്ചയിക്കുമ്പോ ആ മക്കൾ പറയും, അല്ലാഹുവേ, എനിക്ക് ദീന് പഠിക്കാതിരിക്കാൻ കാരണക്കാരായത് എന്റെ ഉമ്മയാണ്, എന്നെ കുറിച്ച് പറഞ്ഞു തരാത്തത് എന്റെ ഉപ്പയാണ്, ഹബീബിനെ കുറിച്ച് ഞാൻ കേൾക്കാതിരിക്കാൻ കാരണം എന്റെ ഉപ്പയാണ്. അതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകുന്നുവെങ്കിൽ അവരെയും കൊണ്ടുപോകണമെന്ന് നമ്മുടെ പൊന്നോമന മക്കള്, നിങ്ങൾ കയ്യിലിട്ട് വളർത്തിയ മക്കള്, നിങ്ങളുടെ ഉദരത്തിൽ പിറന്ന മക്കള്, ആ മക്കൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وبنيه وصاحبته وبنيه لكل امرئ
എല്ലാവർക്കും അവരവർക്ക് അവരുടെ കാര്യങ്ങൾ മതി. ഉമ്മയാരെന്നില്ല, ഉപ്പയാരെന്നില്ല, കൂട്ടുകാരാരെന്നില്ല. അൽ അഖില്ലാ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഇന്നത്തെ ചില കൂട്ടുകാരുണ്ട്, അവരവിടുത്തെ ശത്രുക്കളാകും. അവര് പറയും, റബ്ബേ എന്നെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തിയത് എന്റെ കൂട്ടുകാരാണ്. ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോ പോകണ്ട എന്ന് പറഞ്ഞത് എന്റെ കൂട്ടുകാരാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് യൗമ യഅദ്ദുല്ലാലിം, അവിടെ വെച്ച് ദുർമാർഗികളായ ആളുകൾ നഖം കടിക്കുമെന്ന്, വിരല് കടിക്കുമെന്ന് ഖുർആന്റെ ഭാഷയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മദ്രസകൾ, ഇതുപോലെയുള്ള ദീനീ സംവിധാനങ്ങൾ, ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. ഉത്തരോത്തരം വളർത്തണം. 4ാം ക്ലാസ് വരെയുള്ള മദ്രസ ഒരു 8 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇവിടെ +2 വരെയുള്ള കുട്ടികളുണ്ട് എന്ന കണക്കുകൾ ഇവിടെ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഈ മദ്രസ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാകാൻ ഇതിന്റെ പിന്നിൽ മനസ്സുകൊണ്ട് പ്രയത്നിച്ചവര്, സമ്പത്ത് കൊണ്ട് പ്രയത്നിച്ചവര്, ശാരീരം കൊണ്ട്, എല്ലാം കൊണ്ട് അധ്വാനിച്ച ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങൾ ഇന്ന് കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു ഈ കൊച്ചു പ്രദേശത്ത് ഞങ്ങളുടെ സ്വപ്നമാണ് ഈ മദ്രസ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ താല്പര്യമാണ് മദ്രസ. ഈ മദ്രസയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളുണ്ട് അല്ലാഹുവേ. അവർ പലരും ഖബറിലാണ്. പടച്ച റബ്ബേ, ഇവിടെ മൊഴിയുന്ന ഓരോ ഫാത്തിഹയുടെ കണക്കനുസരിച്ച് ആ ഖബറുകളിലേക്ക് വെളിച്ചം നൽകണേ അല്ലാഹ്. ഇതിനു വേണ്ടി സഹായിച്ചവർക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവാസികളായ സഹോദരന്മാരുണ്ട് അല്ലാഹുവേ, അവരുടെ ജോലികളിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലികൾ നൽകണേ അല്ലാഹ്. ഈ നാടിന്റെ ഇത്തരം ദീനീയ സംരംഭങ്ങളെ സഹായിക്കാൻ